out by Israel on Qatar, specifically on Hamas. As they were meeting, they said, to discuss the negotiations to do with ending the war in Gaza and, of course, returning those held captive back to അതേസമയം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അല്ലേ? അതായത് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ കൊണ്ട് ബോംബിട്ട്, ഖത്തറിൽ ബോംബിട്ട് ഹമാസിൻ്റെ ബാക്കിയുണ്ടായിരുന്ന സകല നേതാക്കളെയും ഇല്ലാണ്ടാക്കിയെന്നാണ് നമ്മുടെ നാട്ടിലെ എന്താ പറയുക കുറേ സംഘപരിവാണ ചാനലുകളൊക്കെ പറയുന്നത്. തീർന്നു ഹമാസ് തീർന്നു, അല്ലെങ്കിൽ ഇതോടുകൂടി ഗസ എന്ന് പറഞ്ഞ സ്ഥലം ഇനി ഇസ്രായേലിന് സ്വന്തം, ഇസ്രായേൽ അതാണ്, ഇസ്രായേൽ ഇതാണെന്നും പറഞ്ഞ് ഇസ്രായേലിൻ്റെ സനം നക്കിയിട്ടുള്ള വീഡിയോസും മെസ്സേജസും കമൻസും മാത്രമേ ഉള്ളൂ. ഇപ്പം ഇസ്രായേലി മാധ്യമങ്ങൾ ഈവൻ നമ്മുടെ എന്താ പറയുക ഈ IDF വരെ പറയുന്നു അവരുദ്ദേശിച്ച ആളുകളൊന്നും അവർക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല എന്ന്. അതിന് ചില കാരണങ്ങളും പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ 1-2 ന്യൂസ് കാണിച്ചു തരാം. ഇപ്പം മലയാള ന്യൂസ് അല്ല, ഇനി അത് പോട്ടെ. നമുക്ക് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ വന്നിട്ടുള്ളതാണ്. ഇസ്രായേലി സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് സെഡ് ടു ബിലീവ് ദോഹ സ്ട്രൈക്ക് ഫെയിൽ ടു കിൽ ടാർഗറ്റ്സ്. അതായത് അവർ തന്നെ, ഇസ്രായേലി സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ പറയുന്നുണ്ട് അവരെന്താണോ ടാർഗറ്റ് ചെയ്ത് നടന്നിട്ടില്ല, അവർ ഉദ്ദേശിച്ച ഹമാസിൻ്റെ നേതാക്കളെ ഒന്നും കൊല്ലാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ജെറുസലേം പോസ്റ്റിലും ഇത് തന്നെ വന്നിട്ടുള്ളത്. ഇസ്രായേലി ഫെയിൽ ടു ഹിറ്റ് ഹമാസ് ലീഡേഴ്സ് ഇൻ ദോഹ. ഖത്തറി എക്സ്പേർട്സ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ BBC ഹമാസ് തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട് 6 പേര് മരിച്ചിട്ടുണ്ട് അവരുടെ കൂടെയുള്ള, അല്ലെങ്കിൽ അവിടെ 6 ആളുകളാണ് മൊത്തം മരിച്ചിട്ടുള്ളത്. അതിൽ ഇവരുദ്ദേശിച്ച ഹമാസിൻ്റെ നേതാക്കളെ ആർക്കും കൊല്ലാൻ പറ്റിയിട്ടില്ല. അവരുടെ എന്താ പറയുക ഒഫീഷ്യലിനെയും ഹമാസിൻ്റെ ഒരു ഒഫീഷ്യലിനെയും അതുപോലെ തന്നെ ബാക്കി 3-4 ബോഡി ഗാർഡ്സിനെയും പിന്നെ ഒരു ഖത്തറി സെക്യൂരിറ്റി ഓഫീസറെയാണ് ഇവർ വധിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാരങ്ങൾ മാത്രമേ ഇതിനെ സപ്പോർട്ട് ചെയ്ത്, അതാണ് ഏറ്റവും കോമഡി കേട്ടോ. ഇസ്രായേലിലുള്ള കുറേ ജൂത കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സയനിസ്റ്റ് ആളുകളും നമ്മുടെ നാട്ടിലെ എച്ചിൽ മുസ്ലിങ്ങളും സംഘപരിവാരങ്ങളും മാത്രമേ ഈ ന്യൂസ് ഇത്രയും കാര്യമായിട്ട് അല്ലെങ്കിൽ ചെയ്തത് വളരെ കറക്റ്റാണ്, ചെയ്തത് നന്നായി, അതാണ് ഇതാന്ന് പറയുന്നുള്ളൂ. അല്ലാണ്ട് ലോക രാജ്യങ്ങളിൽ ഒരാളും മിണ്ടിയിട്ടില്ല. ഇന്ത്യ അടക്കം നമ്മളടക്കം ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ ആസനം താങ്ങിയിട്ട് നടക്കുന്ന ആളാണ് മോദി. എന്നിട്ട് പോലും അതുള്ളത് കൊണ്ട് തന്നെ എവിടെയും തൊടാതെ കണ്ണടച്ച് പറയാണ്ട് ചെയ്ത കാര്യം മോശമായി പോയി എന്നുള്ളത് നമ്മുടെ താടിജി വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏത് ലോക രാജ്യങ്ങളെടുത്തോ എല്ലാ ആളുകളും ഇസ്രായേലിനെതിരെ തന്നെയാണ് പറഞ്ഞത്. അമേരിക്ക അവിടെയും ഇവിടെയും തൊടാണ്ട് സ്വന്തം ഈ ഡബിൾ ഡാഡി സിൻഡം, തന്തക്ക് പറക്കാത്ത എല്ലാ പരിപാടികളും അമേരിക്ക കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഞാൻ പോഷൻ വെച്ചിട്ട് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നതാണ് അവിടുത്തെ ഇവരുടെ കബറടക്കം, അതിൻ്റെ മുമ്പുള്ള നിസ്കാരങ്ങളും പ്രാർത്ഥനകളും കാര്യങ്ങളും നടക്കുന്നതാണ്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം. അതിൽ ആ ഫ്ലാഗ് നിങ്ങൾ കണ്ടില്ല, അത് ഒരു ഖത്തർ പൗരനാണ് ആ ഖത്തർ ഫ്ലാഗിൽ അവർ പുതപ്പിച്ചിട്ടുള്ളത്. അതല്ലാത്തത് പലസ്തീൻ ഫ്ലാഗിലാണ് അവർ പുതപ്പിച്ചിട്ടുള്ളത്, ഹമാസിൻ്റെ ആളുകൾ എന്ന് പറയപ്പെടുന്നത്. അതിൽ എത്ര ആളുകളെ കൊന്നു, എത്ര ആളുകളാണ് അതിൽ എന്താ പറയുക മരണപ്പെട്ടത്, അവരുടെ പേര് കാര്യങ്ങളാണ് ഈ പറയുന്ന ഡീറ്റെയിൽസിലുള്ളത്. അതായത് അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഖത്തറി ഒരു സെക്യൂരിറ്റി ഫോഴ്സിലുള്ള ഒരാളുണ്ട്. അയാളുടെ പേര് ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി എന്നാണ്. അതാണ് ഒരു ഖത്തറി പൗരൻ അതിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതല്ലാണ്ട് പിന്നെ ഹമാസിൻ്റെ ഒരു എന്താ പറയുക ഹ്യൂമൻ ഹൽ ഹയ്യ, അതായത് മെയിനായിട്ട് നമ്മുടെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത ഹമാസ് നേതാവായിട്ടുള്ള ഹയ്യനായിരുന്നു, ഖലീൽ ഹൽ ഹയ്യനായിരുന്നു ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്തത്. പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ട്, പുള്ളിയുടെ മകൻ മരിച്ചിട്ടുണ്ട്. അതല്ല, പിന്നെ അബ്ദുൽ വാഹിദ് ഒരു ബോഡി ഗാർഡാണ്, പിന്നെ മഹ്മൂൻ ഉസ്സാവ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബോഡി ഗാർഡ്, പിന്നെ അഹമ്മദ് അൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബോഡി ഗാർഡ്. ഇങ്ങനെ 3 ബോഡി ഗാർഡ്, പിന്നെ ഒരാൾ മരിച്ചിട്ടുള്ളത് ഈ ഹയ്യയുടെ മകനും പിന്നെ ഒരു ഖത്തറി സൈനിക ഉദ്യോഗസ്ഥനാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആളുകളാണ് ഇപ്പം മരിച്ചിട്ടുള്ളത്. അത് ഹമാസ് കൺഫേം ചെയ്തു. അത് തന്നെ ഏറെക്കുറെ ഇസ്രായേൽ അനൗദ്യോഗികമായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അവരുടെ ഫെയിലിയറാണ് അവരുടെ ഈ ഒരു ടാർഗറ്റ് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിൻ്റെ മറ്റ് 4 നേതാക്കളെയാണ്. അതിലൊന്ന് ഖാലിദ് മിഷേലാണ് ഒരു നേതാവ്, പിന്നെ വരുന്നത് ഖലീൽ അൽ ഹയ്യ നമ്മൾ പറഞ്ഞ ആളുടെ മകനാണ് ഇപ്പം അതിൽ ഒരാൾ മരണപ്പെട്ടുള്ളത്. പിന്നെ മൂസ മുഹമ്മദ്, പിന്നെ ഇസുദ്ദീൻ അൽ ഹവാദ്, പിന്നെ മുഹമ്മദ് ദർവേഷ്, നിസാർ അബ്ദുള്ള, ഇത്രയും പേരായിരുന്നു കാര്യമായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇത്രയും ആളുകളെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിനുള്ള റീസണായിട്ട് കരുതപ്പെടുന്നത് ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഇവർ ചെയ്യാറുള്ളത്
ഈ എന്താ പറയുക, ഈ മൊബൈൽ ട്രാക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ട്രാക്ക് ചെയ്തിട്ടാണ് ആളുകൾ അവർ കണ്ടെത്താറ്. പക്ഷേ ഹമാസിൻ്റെ നേതാക്കൾ ഈ ഒരു ഇതിന് പോയ സമയത്ത് മൊബൈലുകൾ കാറിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രാക്കിംഗ് നടന്നില്ല എന്നാണ് പറയുന്നത്. ചില ഇൻ്റർനാഷണൽ ചാനലുകളൊക്കെ അത് പറയുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ഈ യോഗം കഴിഞ്ഞ് അവർ നിസ്കാരത്തിന് വേണ്ടി പിരിഞ്ഞ സമയത്തായിരുന്നു, കുറച്ച് ആളുകൾ അവിടുന്ന് പാറിയ സമയത്തായിരുന്നു ഈ ഒരു അറ്റാക്ക് നടന്നത്. അതുകൊണ്ടാണ് കുറച്ച് ബോഡി ഗാർഡ്സ് അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഈ അയാളുടെ മകനും അതുപോലെ തന്നെ ഒരു ഖത്രി ബോഡി ഗാർഡ് അല്ലെങ്കിൽ ഒരു ഖത്രി ഫോഴ്സിലുള്ള ഒരാളും മരണപ്പെടാനുള്ള കാരണം അതാണ്. അപ്പം പ്രോപ്പറായിട്ടുള്ള ട്രാക്കിംഗ് ഇസ്രായേലിന് നടന്നില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഇത് ഈ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും അല്ലെങ്കിൽ IDF വരെ കൺഫേം ചെയ്ത് ഇസ്രായേലി സെക്യൂരിറ്റി ഫോഴ്സ് വരെ ഇത് കൺഫേം ചെയ്താലും നമ്മുടെ നാട്ടിലെ സംഘപരിവാരങ്ങൾ ഇത് കൺഫേം ചെയ്തിട്ടില്ല. അവർ ഇപ്പോഴും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ്. എന്തിനാന്ന് പടച്ച തമ്പുരാനെ അറിയാം. ഒരൊറ്റ മതത്തിനോടുള്ള ഒരൊറ്റ വിദ്വേഷം കാരണം ഇതിലുള്ള ഒരർത്ഥങ്ങളും ഇല്ലാണ്ട് ഈ എച്ചിൽ മുസ്ലിങ്ങൾ പറയുന്ന എച്ചിലുകൾ അവർ തുപ്പിക്കൊടുക്കുന്ന ഷർദിൽ അതുപോലെ വിഴുങ്ങുന്ന കുറേ ജന്തുക്കളാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ. കൂട്ടത്തിൽ സംഘപരിവാണ ചാനലുകളും ഇതൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ അവരുടെ സമാധാനത്തിന് ഇത് പറഞ്ഞ് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖത്തറിൽ നടന്നത് ഇതാണ്. അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ആളുകൾ ഇതിനെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും കാര്യമാക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ഈ ഖത്തർ ഉച്ചകോടി ഖത്തറിൽ ഈ അറബ് ലീഗ് ഉച്ചകോടി വരാൻ പോകുന്നുണ്ട്. അതിൽ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുക ഖത്തർ അല്ലെങ്കിൽ അറബ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. പ്രത്യേകിച്ച് നട്ടലോട് കൂടിയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാത്ത കുറേ രാജ്യങ്ങളാണ് ഇവർ. ഏത് കാലവും അമേരിക്കനെ താങ്ങി അല്ലെങ്കിൽ ഇസ്രായേലിനെ താങ്ങി ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. മറ്റൊരു പ്രത്യേകിച്ച് ഗുണവും കോരിയൊന്നും ഇവർക്കില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇതായി തോന്നിയ മറ്റൊരു കാര്യം, ആ ഖത്തർ യുവാവിൻ്റെ ഫാദർ വന്ന് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് എടുത്തിട്ട് ഭയങ്കരമായിട്ട് അയ്യോ പാവം, അതിലൊന്നും കാര്യമില്ല. കാരണം ആൾ പോയി. നമ്മുടെ എന്താ പറയുക, ഗസയിലും ഇപ്പം ഇസ്രായേലിൽ പറഞ്ഞാലും ഇപ്പം ഹമാസ് അങ്ങോട്ട് എന്തിൻ്റെ പേരിലാണെങ്കിൽ ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചിട്ട് ജീവൻ പോയ ആളുകളും ഈ ഗസയിൽ ലക്ഷക്കണക്കിൽ കുട്ടികളും ബാക്കിയുള്ളവരും മരിച്ചും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒന്നിലും ഇൻവോൾവ് ആവാത്ത കുറേ പാവങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഖത്തറിൻ്റെ സൈഡിലാണെങ്കിലും ഗസയിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും അത് കാണുന്ന ആൾക്കാർക്ക് സങ്കടം തന്നെയാണ്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒക്കെ മേല് കളിക്കുന്ന, അതിൻ്റെ മേലെ കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്ന നെതന്യാഹുവിനെ പോലത്തെ ആളുകളും, അല്ലെങ്കിൽ ഇപ്പം നെതന്യാഹുവിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ഇനിയിപ്പോൾ പലസ്തീൻ രാജ്യം തന്നെ ഇല്ലാണ്ടാക്കും, അങ്ങനെ സംഭവമേ ഇനി വേണ്ട, ഗസ വേണ്ട, വെസ്റ്റ് ബാങ്ക് വേണ്ട എന്നാണ് പറയുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് അങ്ങ് ഇല്ലാണ്ടാക്കി അവിടെ കയറി എല്ലാം കഴിഞ്ഞു അവിടുത്തെ ആളുകളെ കൊന്നു തീർത്ത് രാജ്യം കൈയടക്കുന്നതിനാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാരങ്ങളൊക്കെ എത്ര കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നതും അമേരിക്കനെ പോലത്തെ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൊക്കെ ഏതർത്ഥത്തിലുള്ള നീതിയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മതം കുത്തിക്കയറ്റി കമൻറ്റ് ബോക്സിലായിട്ട് കമൻറ്റ് ഇട്ടിട്ടും അതങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടും ചാണകപ്പുഴുക്കളെ പോലെ വെറും അത്രയും നികൃഷ്ടമായിട്ട് ജീവിക്കുന്ന വാണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. രാജ്യത്തിന് തന്നെ നാളെ ഒരിക്കൽ ഇന്ത്യ എന്ന രാജ്യം തന്നെ വേണ്ടാന്നും പറഞ്ഞ് മറ്റ് ചില രാജ്യങ്ങൾ വന്ന് നമ്മളില്ലാണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഇതുപോലെ നമ്മളെ ഈ സംഘപരിവാരങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലെ ആൾക്കാർ ഇങ്ങനത്തെ തീവ്ര എന്താ പറയുക വലതുപക്ഷ ആൾക്കാരുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് കറക്റ്റാണ്, പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. അതല്ലാണ്ട് ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം അല്ല ഒരു ഹ്യൂമാനിറ്റിയും ഇല്ലാണ്ട് എന്ത് പറയാലും ഒക്ടോബർ 7 മുമ്പ് എന്താ പറയുക വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും അറിയാണ്ട് ഒക്ടോബർ 7 എന്നും പറഞ്ഞിട്ട് ഈ വാണങ്ങൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മനെ സപ്പോർട്ട് ചെയ്യുന്ന ചാണക വാണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും തോന്നുള്ളത്. വല്ലാത്തൊരു കഷ്ടം തന്നെ.